ഹലോ. അതാണ്ട് കുറേ നാളുടെ വെയിറ്റിങ്ങിൻ്റെ കൗണ്ട് ഡൗൺസ് ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ 6:30 ആയിട്ടുള്ളൂ. ബട്ട് ഇന്ന് സ്പെഷ്യൽ എനർജിയാണ്. സോ വെക്കേഷനും കൂടി സ്റ്റാർട്ട് ചെയ്യാണല്ലോ. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്ത് ദിവസങ്ങളൊക്കെ വന്നെത്താൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് എങ്ങനെ ആ ഒരു ജോലി ചെയ്ത് തീർക്കും എന്നുള്ള ഒരു ചെറിയ ഒരു ഹാർട്ട് ഫീലിംഗ് ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. So let's start my video for my best friend wedding days or season. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് അതാണ്ട് ഇപ്പം വീടെത്തിയതേ ഉള്ളൂ. പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് എൻ്റെ കെട്ടിയോൻ താണ്ട് കോഫി ഇടാൻ പോകുകയാണ് അവിടെ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം കാത്തിരുന്ന ആ കൗണ്ട് ഡൗൺ ദിവസം താണ്ട ആരംഭിച്ചിരിക്കുന്നു. ഈവനിങ് ആയി. ഇനി നാളെ ഇന്ന് രാത്രി ഉറങ്ങി എഴുന്നേറ്റ് നാളത്തേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. വല്ലാണ്ട് ടയേർഡായി. വെള്ളിയാഴ്ചകളിൽ യൂഷ്വലി ഇച്ചിരി പണി കൂടല്ല. അതെന്തായാലും മനസ്സറിഞ്ഞിന്നൊന്ന് പണിയെടുത്തു, കുഴപ്പമില്ലാണ്ട്. എയർ ഇന്ത്യയുടെ തനി രൂപം കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ലാസ്റ്റ് മിനിറ്റ് ഞാൻ ട്രെയിൻ എടുക്കുന്നതിൻ്റെ ഒരു 2 hours മുമ്പ് എയർ ഇന്ത്യയുടെ ഒരു മെസ്സേജ് വന്നു, ഫ്ലൈറ്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. സൗണ്ട് എനിക്ക് ക്ലിയർ അല്ല എത്രത്തോളം കേൾക്കാൻ പറ്റുന്ന. ബട്ട് എയർ ഇന്ത്യയുടെ ഒരു പൂർണ്ണ രൂപം ഞാൻ കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിലോട്ട് പോയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, ഓൺ ടൈം ആയിരുന്നു. ബട്ട് ഡിലേസ് ലൈക്ക് ഹാഫ് ആൻ അവർ ഡിലേ, അതൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. ഇറ്റ്സ് ഓക്കെ, ഡിലേ ഈസ് ഫൈൻ. ബട്ട് ഇന്ന് രാവിലെ വന്നിട്ട് ക്യാൻസൽ എന്ന് മെയിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആദ്യമായിട്ടൊരു ഫ്ലൈറ്റ് ക്യാൻസൽ എക്സ്പീരിയൻസ് ഞാൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? പിന്നെ അവർ റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നാളെ രാവിലെ 7 മണിക്ക്. 7 മണിക്ക് ഫ്ലൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 hours മുമ്പ് എയർപോർട്ടിൽ എത്തണം. ദാറ്റ് മീൻസ് ഒരു 4 o'clock ആകുമ്പോൾ എയർപോർട്ടിൽ കയറണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ട്രെയിനും ബസ്സും ഒന്നും ആ സമയത്തില്ല എയർപോർട്ടിലേക്ക് പോകാൻ. ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് എന്തായാലും കാണുമല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടുണ്ട് ലണ്ടനിൽ, അവളുടെ വീട്ടിലൊരു നൈറ്റ് 11 മണി വരെ നിന്നിട്ട് അവിടുന്ന് ഡയറക്റ്റ് ബസ്സുണ്ട് രാത്രി ഒരു 12 o'clock. ആ ബസ് എടുത്തിട്ട് എയർപോർട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ എന്താ പറയുക, വെയിറ്റിങ്ങിന് ശേഷം താണ്ട് എയർപോർട്ട് എത്തി. ആദ്യമായിട്ടാണ് ഞാൻ എയർപോർട്ടിൽ അത് ഹീത്രോ എയർപോർട്ട്, ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ ഒറ്റ മനുഷ്യരില്ലാണ്ട് ഞാൻ മാത്രമായി നിൽക്കുന്നത്. എനിക്ക് രാവിലെ 7 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പം ഇവിടെ സമയം 12 മണി. സോ ഓക്കെ ഫൈൻ. അറ്റ്ലീസ്റ്റ് ഞാൻ പേടിച്ചു. നാളെ രാവിലെ 7 മണിയുടെ ഫ്ലൈറ്റ് 8:45 മാറ്റിയിട്ടുണ്ടെന്ന്. കാരണം ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി വിശ്വസിക്കുന്നില്ല എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിംഗ് ടൈം. ലക്കിലി മാറ്റിയിട്ടുള്ളത് ബോർഡിലുണ്ട്. ഫ്ലൈറ്റ് അങ്ങനെ കണ്ടെത്തി. ഇനി മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഫ്രണ്ട് തന്നുവിട്ട ബിരിയാണി അത് കഴിച്ചുകൊണ്ട് എയർപോർട്ടിൻ്റെ ഒരു മൂലയ്ക്ക് ഞാൻ മാത്രമല്ല കുറച്ച് പേര് കുത്തിയിരിക്കുന്ന കണ്ടുകൊണ്ട് ഞാനും ഇരിക്കുന്നു ഇവിടെ. ഞാൻ വിചാരിച്ചത് 24 hours ആക്റ്റീവായിരിക്കും. ബട്ട് അല്ല, 12 മണിക്ക് ശേഷം ഒരു ഫ്ലൈറ്റും ഇല്ല ഇവിടെ. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന രാവിലെ 5:30 അങ്ങനെ എന്തോ ആണ്. അപ്പം ഐ ഹോപ്പ് എൻ്റെ ഒരു ചെക്കിങ് 4 മണിയൊക്കെ ആകുമ്പം സ്റ്റാർട്ട് ചെയ്യുമെന്ന്. ഒന്നും പറയാനില്ല, ശോകം മൂകം എല്ലാം കൊണ്ടും. കാരണം അറ്റ്ലീസ്റ്റ് ഗേറ്റ് ഓപ്പൺ ആയി എന്ന് വിശ്വസിച്ച് ഞാൻ ചെക്കിങ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ട് പോലും സെക്യൂരിറ്റി ചെക്കിങ്ങിൽ ബോർഡിംഗ് പാസ് എടുക്കുന്നില്ല. ലൈക്ക് സ്കാൻ ചെയ്ത് അകത്തോട്ട് പോകാനുള്ള അത് സീക്ക് ആൻഡ് അസിസ്റ്റൻസോ അങ്ങനെ വന്നു.
അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ ബോർഡിങ്, നമ്മൾ ചെല്ലുന്ന ഇടമെല്ലാം പാതാളമാണല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ ബോർഡിങ് പാസിൻ്റെ കുഴപ്പമായിരിക്കുമെന്ന്. പക്ഷേ അല്ല, എല്ലാ എയർ ഇന്ത്യ പാസഞ്ചേഴ്സിനും സെയിം ഇഷ്യൂ. സോ ഞാൻ അവിടെ ഒരു പാസഞ്ചറിൻ്റെ അടുത്ത് ചോദിച്ചപ്പം ആക്ച്വലുള്ള പ്രോബ്ലം എന്തെന്നാൽ കറൻ്റ്ലി എയർ ഇന്ത്യക്ക് പാസഞ്ചേഴ്സ് ഇനഫ് അല്ല. അപ്പം ഫസ്റ്റ് പോകുന്ന ഫ്ലൈറ്റ് യൂഷ്വലി ക്യാൻസൽ ചെയ്തിട്ട് സെക്കൻഡ് ഫ്ലൈറ്റിൽ 2 പാസഞ്ചേഴ്സിനെ മേർജ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ എല്ലാ എയർ ഇന്ത്യ പാസഞ്ചേഴ്സും സെപ്പറേറ്റ് നിർത്തി ബാക്കി എല്ലാവരും കടത്തി വിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും സംതിങ് ഫിഷി ഗോണ ഹാപ്പൻ, എയർപോർട്ടിൽ എത്തിയിട്ടും ഇനി എന്തെങ്കിലും ആണെന്ന്. പക്ഷേ സംഹൗ കയറ്റി വിട്ടു. ഇപ്പം ഇവിടെ ഇപ്പം 5:02 ഗേറ്റ് ഓപ്പൺ ആവാൻ 5:50 ബോർഡിങ് 6 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. സോ ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. ഞാൻ എമർജൻസിക്ക് നാട്ടിൽ പോകുന്നവരാരെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ദയവ് ചെയ്ത് നിങ്ങൾ പൈസ കൂടിയാലും സാരമില്ല, പ്ലീസ് വേറെ ഏതെങ്കിലും ഫ്ലൈറ്റ് നിങ്ങൾ നോക്കണം. ഡെഫിനറ്റ്ലി ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഇപ്പോൾ എൻ്റെ ഒരു എമർജൻസി, ഇപ്പോൾ ഫങ്ഷൻ നാളെയോ മറ്റന്നാളോ വല്ലതും ആണ്, ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ അവിടെ നാട്ടിലെത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എയർ ഇന്ത്യ ഇസ് നോട്ട് എ ഗുഡ് ഓപ്ഷൻ. This is really messed up for that. ഇനി ബാക്കി കയറിയിട്ട്